Hello everyone. So in this video we are going to discuss about Parkinson's disease. Parkinson's disease എന്ന് പറഞ്ഞാൽ പ്രായമുള്ള ആളുകൾക്ക് പ്രത്യേകിച്ചും വരുന്ന ഒരു മൂവ്മെൻറ്റ് ഡിസോർഡർ ആണ്. ഇത് എന്തുകൊണ്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മിഡ് ബ്രെയിനിൽ വോളണ്ടറി മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്, സബ്സ്റ്റാൻഷ്യ നൈഗ്ര. ഈ സബ്സ്റ്റാൻഷ്യ നൈഗ്രയിലുള്ള ഡോപ്പമിനർജിക് ന്യൂറോൺസ്, ഡോപ്പമിൻ പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ന്യൂറോൺസ് നശിച്ചു പോകുന്നത് മൂലമുണ്ടാവുന്ന ഡിസോർഡറാണ് പാർക്കിൻസൺസ് ഡിസോർഡർ അല്ലെങ്കിൽ പാർക്കിൻസൺസ് ഡിസീസ്. ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. എൻവയോൺമെൻറ്റൽ കോസസ് ഉണ്ട്, അതായത് പെസ്റ്റിസൈഡ് യൂസ്, റൂറൽ എൻവയോൺമെൻറ്റിലുള്ള ലൈഫ്, വെൽ വാട്ടർ കൺസംഷൻ, പ്രോക്സിമിറ്റി ടു ഇൻഡസ്ട്രീസ് ഓർ ക്വറീസ് ആൻഡ് MPTP ഇൻഡ്യൂസ്ഡ് പാർക്കിൻസൺസ് ഡിസീസ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഫ്രീ റാഡിക്കൽ ഡാമേജ്, ജനറ്റിക് ഫാക്ടേഴ്സ്, ഡോപ്പമിൻ്റെ കുറവ്, നോറെപ്പിനെഫ്രിൻ്റെ കുറവ്, ലെവി ബോഡീസിൻ്റെ പ്രസൻസ്, അപ്പോപ്റ്റോസിസ്, മൈറ്റോകോൺഡ്രിയൽ ഡിസ്ഫങ്ഷൻ ആൻഡ് നൈട്രിക് ഓക്സൈഡ് ടോക്സിസിറ്റി. MPTP ഇൻഡ്യൂസ്ഡ് പാർക്കിൻസൺസ് ഡിസീസ് എന്താണെന്ന് വെച്ചാൽ ഇത് ആക്ച്വലി പെത്തഡിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഫോൾട്ടി സിന്തസിസ് വഴി, അത് ശരിയായ രീതിയിലല്ലാതെ അതിൻ്റെ ഫോൾട്ടി സിന്തസിസ് വഴി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്, ഒരു കെമിക്കലാണ് MPTP. സോ ഈ MPTP ഇറ്റ്സെൽഫ് ഇറ്റ്സ് നോട്ട് എ ന്യൂറോടോക്സിൻ. MPTPക്ക് മാത്രമായിട്ടൊരു ന്യൂറോണൽ ഡാമേജ് വരുത്താൻ പറ്റില്ല. പക്ഷേ MPTP നമ്മുടെ ബോഡിയുടെ അകത്ത് ചെന്ന് അത് MPP+ ആയി കൺവേർട്ട് ആവുമ്പോഴാണ് അതൊരു ന്യൂറോടോക്സിനായിട്ട് ആക്ട് ചെയ്യുന്നത്. അത് എൻസൈമാറ്റിക്കലി കൺവേർട്ട് ആവും നമ്മുടെ ബോഡിയിൽ. മോണോ അമിനോ ഓക്സിഡേസ് B എൻസൈം വഴിയാണ് MPP+ ആവുന്നത്. അങ്ങനെ ഈ MPP+ ഉണ്ടായിക്കഴിഞ്ഞാൽ ഡോപ്പമിൻ റീഅപ്ടേക്ക് ട്രാൻസ്പോർട്ടേഴ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് വഴി സബ്സ്റ്റാൻഷ്യ നൈഗ്രയിലുള്ള ഡോപ്പമിനർജിക് ന്യൂറോൺസിനെ നശിപ്പിക്കുന്നു. ഡോപ്പമിൻ റീഅപ്ടേക്ക് ട്രാൻസ്പോർട്ടേഴ്സ് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഡോപ്പമിനർജിക് ന്യൂറോൺസിൽ ഉണ്ടാവുന്ന ഡോപ്പമിൻ വൺസ് റിലീസ് കഴിഞ്ഞ് അത് റിസപ്റ്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡോപ്പമിനെ തിരിച്ച് വീണ്ടും ന്യൂറോണിലോട്ട് എത്തിക്കുന്ന ഒരു ട്രാൻസ്പോർട്ടറാണ്. അപ്പോൾ അതിന് ഡാമേജ് വരുത്തുന്നത് വഴി ന്യൂറോണൽ ഡാമേജും ഡോപ്പമിൻ്റെ കുറവും ഉണ്ടാവുന്നു. അപ്പം അടുത്തതാണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് പാർക്കിൻസൺസ് ഡിസീസ്. അപ്പം മെയിനായിട്ട് ഈ ഇൻസെക്ടിസൈഡ്സ്, പെസ്റ്റിസൈഡ്സ് എക്സ്പോഷർ ഉള്ള വർക്കേഴ്സിന്, മെയിനായിട്ട് ഫാർമേഴ്സിനെല്ലാം റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് അവരുടെ ബോഡിയിൽ ഉണ്ടാവുന്നു. അങ്ങനെ ഈ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഡോപ്പമിനർജിക് ന്യൂറോൺസിനെ നശിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്ന ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് കുറയുന്നു നമ്മുടെ ബോഡിയിൽ. അപ്പോൾ ആ ഒരു കുറവ് മൂലവും ഈ ഒരു ROS ഉണ്ടാവുന്നു. അതുപോലെ തന്നെ ROS ഉണ്ടാവുമ്പോൾ ഡോപ്പമിനർജിക് ന്യൂറോൺസ് നശിക്കുന്നു. ഇതിൻ്റെ പാത്തോഫിസിയോളജി എന്താണെന്ന് നോക്കാം. അപ്പം പാത്തോഫിസിയോളജി നോക്കുന്നതിന് മുമ്പ് നമ്മുടെ ബോഡിയിലുള്ള വോളണ്ടറി മൂവ്മെൻറ്റ്സ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് എന്ന് നോക്കണം. വോളണ്ടറി മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വോളണ്ടറി ആയിട്ട്, നമുക്ക് കോൺഷ്യസ് ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മൂവ്മെൻറ്റ്സ്, നമ്മുടെ നടത്തം, നോട്ടം, ഇരുത്തം, ഇതെല്ലാം. അപ്പം ഈ ഒരു വോളണ്ടറി മൂവ്മെൻറ്റ്സ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ മിഡ് ബ്രെയിനിലുള്ള ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പം വൺസ് നമുക്ക് ഒരു കൈ അനക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വോളണ്ടറി ആയിട്ട് ഒരു മൂവ്മെൻറ്റ് നമുക്ക് ചെയ്യണം എന്ന് തോന്നിയാൽ ആ ഒരു ഇൻഫർമേഷൻ സെറിബ്രൽ കോർട്ടെക്സിലോട്ട് പോകുന്നു. സെറിബ്രൽ കോർട്ടെക്സിൽ നിന്ന് ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസൽ ഗാംഗ്ലിയയിലോട്ട് എത്തുന്നു. ബേസൽ ഗാംഗ്ലിയയിലോട്ട് എത്തുമ്പം ആ ഇൻഫർമേഷൻ അതിനകത്തോട്ട് പോകുന്നത് നിയോസ്ട്രിയേറ്റം എന്ന് പറയുന്ന ഇൻപുട്ട് യൂണിറ്റ് വഴിയാണ്. നിയോസ്ട്രിയേറ്റത്തിലെത്തുന്ന ഇൻഫർമേഷൻ 2 പാത്വേ വഴിയാണ് SNPR ആൻഡ് GPM അടങ്ങിയിട്ടുള്ള ഔട്ട്പുട്ട് യൂണിറ്റിലോട്ട് എത്തുന്നത്. SNPR എന്ന് പറഞ്ഞാൽ സബ്സ്റ്റാൻഷ്യ നൈഗ്ര പാർസ് റെറ്റിക്കുലേറ്റ, GPM എന്ന് പറഞ്ഞാൽ ഗ്ലോബസ് പാലിഡസ് മീഡിയാലിസ്. ഇത് രണ്ടും കൂടിയിട്ടുള്ള ഔട്ട്പുട്ട് യൂണിറ്റിൽ നിന്ന് തലാമസിലോട്ട് എത്തുകയും തലാമസിൽ നിന്നും സെറിബ്രൽ കോർട്ടെക്സിലോട്ട് വീണ്ടും തിരിച്ചെത്തി സെറിബ്രൽ കോർട്ടെക്സിൽ നിന്ന് സ്കെലറ്റൽ മസിൽസിലോട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ സ്കെലറ്റൽ മസിൽ കോൺട്രാക്റ്റ് ആവുന്നു, നമ്മൾ മൂവ് ചെയ്യുന്നു. ഇനി നിയോസ്ട്രിയേറ്റത്തിൽ നിന്നും ഔട്ട്പുട്ട് യൂണിറ്റിലോട്ട് 2 പാത്വേ ആണ് ഉള്ളത്. ഒന്ന് ഡയറക്റ്റ് പാത്വേ വിച്ച് ഇസ് ആക്ടിവേറ്റഡ് ബൈ എക്സൈറ്റേറ്ററി റിസെപ്റ്റേഴ്സ് കോൾഡ് D1 ആൻഡ് ഇൻഡയറക്റ്റ് പാത്വേ വിച്ച് ഇസ് ആക്ടിവേറ്റഡ് ബൈ ഇൻഹിബിറ്ററി റിസെപ്റ്റേഴ്സ് കോൾഡ് D2. ഈ ഒരു ഇൻഡയറക്റ്റ് പാത്വേയിൽ 2 സ്റ്റേഷൻ വഴിയാണ് ഔട്ട്പുട്ട് യൂണിറ്റിലോട്ട് എത്തുന്നത്. ഈ 2 സ്റ്റേഷൻസ് ആണ് ഗ്ലോബസ് പാലിഡസ് ലാറ്ററാലിസ് ആൻഡ് സബ് തലാമിക് ന്യൂക്ലിയസ് STN. ഓക്കെ, നൗ
ഈ ഒരു ഹോൾ ബേസൽ ഗാംഗ്ലിയനെ ആദ്യം എക്സൈറ്റ് ചെയ്യിക്കണമെങ്കിൽ ഇൻഫർമേഷൻ വന്നു, ഇനി ഡയറക്റ്റ് പാത്വേയിലോട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് പാത്വേയിലോട്ട് ഇൻഫർമേഷൻ പോകണമെങ്കിൽ സബ്സ്റ്റാൻഷ്യ നൈഗ്ര പാർസ് കമ്പാക്റ്റ എന്ന് പറയുന്ന ഒരു പാർട്ടിൽ നിന്നും എക്സൈറ്റേഷൻ വരണം. ഈ സബ്സ്റ്റാൻഷ്യ നൈഗ്ര പാർസ് കമ്പാക്റ്റയിലുള്ളത് ഡോപ്പമിനർജിക് ന്യൂറോൺസ് ആണ്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ഡോപ്പമിൻ, അവിടെ നിന്ന് റിലീസ് ചെയ്യുന്ന ഡോപ്പമിൻ ഈ നിയോസ്ട്രേറ്റത്തിലുള്ള ആക്ടിവേറ്ററി അല്ലെങ്കിൽ എക്സൈറ്റേറ്ററി റിസെപ്റ്റേഴ്സ് ആയിട്ടുള്ള D1നെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഡയറക്റ്റ് പാത്വേ വഴി ഇൻഫർമേഷൻ പോകുന്നു. അപ്പം ഈ ഒരു D1 ആക്ടിവേറ്റ് ആകുമ്പം ഇതിനെ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് D2നെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. കാരണം രണ്ട് പാത്വേയും ഒരുമിച്ച് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ D1നെ ആക്ടിവേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഡോപ്പമിൻ എന്ത് ചെയ്യുന്നു, D2നെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇൻഡയറക്റ്റ് പാത്വേ അവിടെ ബ്ലോക്ക് ആവുകയും ഡയറക്റ്റ് പാത്വേ വഴി ഇൻഫർമേഷൻ പോവുകയും ചെയ്യുന്നു. ഇനി ഈ ഒരു ഹോൾ പ്രോസസ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്യുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് അസറ്റൈൽ കോളിൻ. ഈ അസറ്റൈൽ കോളിൻ എന്താണ്, കോളിനർജിക് സിസ്റ്റത്തിൻ്റെ ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. അപ്പം ഈ ഒരു കോളിനർജിക് സിസ്റ്റവും ഡോപ്പമിനർജിക് സിസ്റ്റത്തിൻ്റെയും ഒരു ഫങ്ഷണൽ ബാലൻസ് വേണം നമ്മുടെ വോളണ്ടറി മൂവ്മെൻറ്റ്സ് കൺട്രോൾ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം ഈ ഒരു കൺട്രോൾ പോവുമ്പോഴാണ്, അതായത് ഡോപ്പമിൻ കുറയുകയും അസറ്റൈൽ കോളിൻ കൂടുകയും ചെയ്യുമ്പോഴാണ് വോളണ്ടറി മൂവ്മെൻറ്റ്സ് കൺട്രോൾ പോകുന്നത്. അങ്ങനെയാണ് പാർക്കിൻസൺസ് ഡിസീസ് വരുന്നത്. സോ SNPC which contain dopaminergic neuron excites the neostriatal neurons called striatal neurons belonging to the direct pathway by acting on the excitatory D1 receptor. So to counterbalance the activity of direct pathway, it inhibits the indirect pathway by acting upon the inhibitory D2 receptor. So the cholinergic striatal neurons, that is acetylcholine producing neurons, will oppose the action of dopaminergic neurons in both the pathways, both the direct and indirect pathway. So in short, a functional balance should be maintained between the dopaminergic and cholinergic system to maintain the optimal tone and movement of the voluntary muscles. In Parkinsonism or in Parkinson's disease, there is a loss of dopaminergic neuron which projects from the substantia nigra pars compacta to the neostriatum, which leads to the neuronal imbalance in the dopaminergic and cholinergic level. So there will be an hyperactivity of cholinergic neurons and inhibition, and the result is inhibition of voluntary movement. Inhibition of voluntary movement is manifested as bradykinesia or slowing down of movement, and akinesia, that is no movement. Okay, so the substantia nigra in Parkinson's disease in a post-mortem examination will be presented as a large pigmented neurons that produce the dopamine. Okay, that is actually in Parkinson's disease these large pigmented neurons will be lost and the substantia nigra will be pale. Okay, വിളർത്തിരിക്കും. ആൻഡ് ഓൾസോ അതിനകത്ത് ലെവി ബോഡീസും കൂടെ കാണാൻ പറ്റും കേട്ടോ. ഇനി സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പിൽ റോളിംഗ് ട്രെമേഴ്സ്. പിൽ റോളിംഗ് ട്രെമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിരലുകൾക്കിടയിൽ ഒരു പേപ്പർ ചുരുട്ടുന്നത് പോലെയുള്ള ട്രെമേഴ്സ് ഉണ്ടാവും. പേഷ്യൻസ് എപ്പോഴും വിരലിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും, എന്തെങ്കിലും ചുരുട്ടുന്നത് പോലുള്ള ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കും. ട്രെമേഴ്സ് ഉണ്ടാവും, എപ്പോഴും ഒരു സ്ലോ വിറയലുണ്ടാവും, എപ്പോഴും റെസ്റ്റിംഗ് സ്റ്റേജിൽ പോലും. അക്കതീഷ്യ ഉണ്ടാവും, ദാറ്റ് ഈസ് നന്നായിട്ട് ചെയറിലിരിക്കാൻ പറ്റില്ല, വീഴും പെട്ടെന്ന്. റിജിഡിറ്റി ഉണ്ടാവും, എല്ലാം ഭയങ്കര സ്റ്റിഫായിരിക്കും മസിൽസ്. കൈനേസിയ, ദാറ്റ് ക്യാൻ ബി അക്കൈനേസിയ ഓർ ബ്രാഡിക്കൈനേസിയ. ഇൻസ്റ്റേബിൾ പോസ്ചർ, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പോസ്ചർ ഉണ്ടാവില്ല. നോ ആം സ്വിങ്ങിങ് ഇൻ റിതം വിത്ത് ലെഗ്സ്, നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കൈ കാലിനൊപ്പം മൂവ് ചെയ്യും അല്ലേ, അപ്പോൾ അതുണ്ടാവില്ല. സൈലോറിയ, അതായത് സലൈവ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഡ്രോളിങ് ഉണ്ടാവും. അതുപോലെ ഒക്യുലോഗാരിക് ക്രൈസിസ്, ഐസ് ആർ ഹെൽ ഫിക്സ്ഡ്, കണ്ണ് ഒരു ഭാഗത്ത് ഇങ്ങനെ ഫിക്സ് ചെയ്തിരിക്കും. ഡിപ്രഷൻ, നെർവസ് ഡിപ്രഷൻ ഉണ്ടാവാം. ട്രെമേഴ്സ് ഉണ്ടാവും, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ട്രെമേഴ്സ് ഉണ്ടാവും. സെബോറിയ ഉണ്ടാവും, അതായത് സ്കിൻ ഇച്ചിങ്, സ്കിൻ റാഷസ് ഉണ്ടാവാം. ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒന്നും തന്നെ കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, അവരുടെ മുഖത്തിലൂടെ ഇമോഷണൽ റേഞ്ച് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്കിത് പാർക്കിൻസോണിസം എന്ന് പറയുന്ന ഒരു ന്യൂമോണിക്സ് വഴി നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ എഴുതിയേക്കുന്നത്. വേറെ സിംറ്റംസ് എന്ന് വെച്ചാൽ ഡിപ്രഷൻ, സ്ലീപ്പിംഗ് ട്രബിൾ ഉണ്ടാവും, ഭക്ഷണം ചവച്ചരച്ച് ഇറക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, അതായത് ഡിസ്ഫേജിയ, സെക്ച്വൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവും, യൂറിൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അതായത് യൂറിനറി ഇൻകോണ്ടിനൻസ് ഉണ്ടാവും, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം.
ഓക്കെ, സോ ട്രാപ്പ് എന്ന് പറയുന്നൊരു ന്യൂമോണിക്സും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഗേറ്റ് പ്രോബ്ലംസ് ഉണ്ടാവും, നടക്കാൻ പറ്റില്ല അവരെ കൊണ്ട്, അതായത് പ്രോപ്പറായിട്ട് നടക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും, പെട്ടെന്ന് വീഴാനായിട്ട് പോകും. ഡയഗ്നോസിസ് എങ്ങനെയാണ്? നമ്മൾ 3 ക്ലിനിക്കൽ ട്രയാഡാണ് നോക്കുന്നത്. ട്രെമർ, ബ്രാഡിക്കൈനേഷ്യ ഓർ സ്ലോയിങ് ഡൗൺ ഓഫ് മൂവ്മെൻറ്റ് ആൻഡ് റിജിഡിറ്റി. നമ്മൾ കോഗ്വിയൽ റിജിഡിറ്റി എന്നൊക്കെ പറയും കേട്ടോ, പക്ഷേ റിജിഡിറ്റി എന്ന് ഓർത്താൽ മതി. സോ ട്രെമർ, സ്ലോയിങ് ഡൗൺ ഓഫ് മോഷൻ ആൻഡ് റിജിഡിറ്റി, ഈ 3 സൈൻസും ഉണ്ടായിരിക്കണം. എന്നാലേ നമുക്ക് കറക്റ്റ് പാർക്കിൻസൺസ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനാണ് നമ്മൾ കാർഡിനൽ സൈൻസ് ഓഫ് പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയുന്നത്. മെഡിക്കൽ ഹിസ്റ്ററി ചെക്ക് ചെയ്യും, ലെവി ബോഡീസിൻ്റെ പ്രസൻസ്, നമ്മൾ ഹിസ്റ്റോളജിക്കൽ സ്റ്റഡീസ് നടത്തും, ഡോപ്പമിൻ ലെവൽസ് നോക്കും, ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ നോക്കും, വാക്കിംഗ് ആൻഡ് കോർഡിനേഷൻ ഇവാലുവേറ്റ് ചെയ്യും. ട്രീറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ആൻഡ് നമ്മുടെ ഗോൾ ഓഫ് തെറാപ്പി എന്ന് പറയുന്നത് മോട്ടോർ ആൻഡ് നോൺ മോട്ടോർ സിംറ്റംസ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത്, അതായത് വോളണ്ടറി മൂവ്മെൻറ്റ്സ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത്. ക്വാളിറ്റി ഓഫ് ലൈഫ്, അതായത് QOL ഇമ്പ്രൂവ് ചെയ്യുക, ഡെയിലി ആക്ടിവിറ്റീസ് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റണം, അതിന് കോപ്പപ്പ് ചെയ്യുക, ഡ്രഗ്സിൻ്റെ സൈഡ് എഫക്റ്റ് മിനിമൈസ് ചെയ്യിക്കുക. അപ്പോൾ നോൺ ഫാർമക്കോളജിക്കലായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കൊടുക്കുക, വാക്കിംഗ് സ്റ്റിക്സ് പ്രൊവൈഡ് ചെയ്യുക, ബാത്റൂംസിലെല്ലാം റോഡ്സ്, അതായത് ഹാൻഡിൽസ് ഉണ്ടാക്കുക പിടിച്ച് വീഴാതിരിക്കാനായിട്ട്. ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ തെറാപ്പി നമുക്ക് ചെയ്യിക്കാം, സർജറീസ് ചെയ്യിക്കാം, പല സർജറീസ് ചെയ്യിക്കാം, സ്പീച്ച് തെറാപ്പി ചെയ്യിക്കാം. ട്രീറ്റ്മെൻറ്റ് മെഡിസിൻസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു കുറേ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഡോപ്പമിൻ എഗോണിസ്റ്റുകൾ, അതായത് എർഗോട്ട് ഉണ്ട്, നോൺ എർഗോട്ട് ഡിറൈവ്ഡ് ഉണ്ട്. എർഗോട്ട് ഡിറൈവ്ഡിൽ ബ്രോമോക്രിപ്റ്റൻ ആൻഡ് പെർഗോലൈറ്റ്, നോൺ എർഗോട്ട് ഡിറൈവ്ഡിൽ പ്രാമിപെക്സോൾ ആൻഡ് റോപ്പിനിറോൾ. ഡോപ്പമിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി ഉണ്ട്, നമ്മൾ ലിവോഡോപ്പയാണ് കൊടുക്കുക. ലിവോഡോപ്പയുടെ കൂടെ ലിവോഡോപ്പ നമുക്ക് ബോഡിയിൽ സാധാരണ പെട്ടെന്ന് മെറ്റബിളൈസ് ചെയ്ത് പോകും, അപ്പോൾ അത് തടയാനായിട്ട് കാർബിഡോപ്പ നമ്മൾ കോമ്പിനേഷനിൽ കൊടുക്കും. എന്നാലേ ബ്രെയിനിലോട്ട് ഫുള്ളായിട്ട് നമുക്ക് ലിവോഡോപ്പ ഡെലിവർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ, കാരണം BBB ക്രോസ് ചെയ്യണമല്ലോ. ആൻറ്റികോളിനോജിക്സ് കൊടുക്കും, ബെൻസ്ട്രോപ്പിൻ, പ്രോസൈക്ലിഡിൻ, ട്രൈഹെക്സിഫെനിഡൽ, അമൻറ്റാഡിൻ കൊടുക്കും, അമിനോ ഓക്സിഡേസ് ബി ആണ് കേട്ടോ, മാവോ എ അല്ല, മാവോ B ഇൻഹിബിറ്റർ കൊടുക്കും. ആൻഡ് COMT, അതായത് ഓർത്തോമിഥൈൽ ട്രാൻസ്ഫറേസ് നമ്മൾ കൊടുക്കും. അതും ഈ മെറ്റബോളിസം തടയാൻ വേണ്ടിയിട്ടാണ്. ടോൾകാപ്പോൺ, എൻറ്റകാപ്പോൺ ആണ് ഡ്രഗ്സ്. ഓക്കെ, സോ ഇത്രയും ഡ്രഗുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഇതാണ് ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, സോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ചെയ്യാം. അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരെ താങ്ക് യു.